ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഇപ്പം വുളു പറഞ്ഞ്, കുളി പറഞ്ഞു, ഇതിന് രണ്ടിന് ഫർള് പറഞ്ഞ്, സുന്നത്ത് പറഞ്ഞ് ഒക്കെ പറഞ്ഞു. പിന്നെ വുളുവിനും കുളിയൊക്കെ ഉള്ള ഷർത്ത് മൊത്തത്തിൽ ഷർത്തും പറഞ്ഞു. ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് പോവാൻ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് കടക്കുക. നിസ്കാരത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്താ വേണ്ടത് ആദ്യം തന്നെ പറയാം. നിസ്കാരത്തിൻ്റെ ഫർള് അതും കൂടി ഇന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫസ്ലും ഫീ സിഫത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഫർളിൽ പറയുന്ന ഫസ്ലാണ് സിഫത്ത്. അർക്കാനുഹാ, നിസ്കാരത്തിൻ്റെ റുക്കുനുകൾ 14 ഫർള, 14 ഫർളാണ്. അൽ-അവ്വലു, ഒന്ന് നിയ്യത്തു, നിയ്യത്താണ്, നിയ്യത്ത് ചെയ്യലാണ്. ഫയജിബു ബിഹാ, നിയ്യത്തിൽ നിർബന്ധമാണ്. നിയ്യത്ത് വെക്കുമ്പോൾ എന്തൊക്കെ നിർബന്ധം നിസ്കാരത്തിൽ? ഖസ്തു ഫീലി സ്വലാത്തി, നിസ്കരിക്കുന്നു എന്ന് കരുതുക. വതഈനുഹാ, നിസ്കാരം നിർണയിക്കുക. ഇതാണ്. പിന്നെ വഫിൽ ഫർളി, ഫർളിൽ എന്തും കൂടി നിർബന്ധമുണ്ട്. നിയ്യത്തുൽ ഫർളിയ, ഫർളിയത്തിനെ കരുതലും കൂടി നിർബന്ധമാണ്. ഈ ഫർള് നിസ്കാരത്താവും ഫർളിയത്തും കൂടി കരുതണം. അപ്പോൾ എന്ത് പറയണം? ഫർള് നിസ്കാരമാകുമ്പോൾ 3 കാര്യം വേണ്ടി വരും. അതാ ക ഉസല്ലി ഫർളൽ ളുഹരി, ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ നിസ്കരിക്കുന്നു എന്ന് കരുതുക, ഇന്ന നിസ്കാരം എന്ന് കരുതുക, ഫർളാണെന്ന് കരുതുക. സുന്നത്താവും എന്ത് മതി? ഏത് നിസ്കാരമെന്നും അതുപോലെ തന്നെ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. നിസ്കാരത്തിൻ്റെ സുന്നത്ത് എന്ന് കരുതേണ്ടതില്ല, അത് സുന്നത്തില്ല. ഇനി അസ്സാനി, രണ്ടാമത്തെ ഫർദ് തക്ബീറത്തുൽ ഇഹ്റാം, തുടക്കത്തിലുള്ള തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ തുടക്കത്തിലുള്ളത്. വയതയ്യനു ഫിഹാദിൽ നിർണയമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തന്നെ പറയണം. തക്ബീറത്തുൽ ഇഹ്റാമാണ് അല്ലാഹു അക്ബർ തന്നെയാണ് അതിൽ പദമുള്ളത്. വയജിബു കർണു നിയ്യത്തി, നിയ്യത്തിനെ അന്വരിപ്പിക്കണം, നിർബന്ധമാണ്. ബി തക്ബീർ, തക്ബീറിനോട്. അപ്പം നമ്മൾ നിയ്യത്ത് തക്ബീറും കൂടി വരണം. നമ്മളെ മനസ്സിലെ കരുത്തും അല്ലാഹു അക്ബർ എന്ന് പറയലും കൂടി വരണം. പറച്ചിൽ നമ്മൾ ആദ്യം പറഞ്ഞ് അതുകൊണ്ട് പറയൽ സുന്നത്താണ്. നിയ്യത്ത് ഒയ്യൽ സുന്നത്താണ്. അത് മൊയിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഈ അല്ലാഹു അക്ബർ എന്നാണ് പറയുമ്പം നമ്മളെ മനസ്സിൽ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉണ്ടാവണം. അസാലിസു, മൂന്നാമത്തെ ഖിയാമു ഫി ഫർളിൽ ഖാദിരി, കഴിവുള്ളവൻ്റെ ഫർള് നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? നിൽക്കുക. കഴിവുള്ളവനാണ് നിൽക്കാൻ കഴിവുള്ളവൻ്റെ ഫർള് നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? അവൻ നിൽക്കൽ നിർബന്ധമാണ്. അറാബിയു, നാലാമത്തെ ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതലാണ്. മാൽ ബസ്മലത്തി, ബിസ്മിയോട് കൂടെ. കുല്ലറക്കായത്തിന്, എല്ലാ റക്കായത്തിലും വേണം ഫാത്തിഹ. ഏത് റക്കായത്ത് വെച്ച്? ഇല്ലാ റക്കായത്ത് മസ്ബൂക്കിൻ, പിന്തി എത്തിയവൻ. ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന റക്കായത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ എത്തിയത്. എന്നാൽ പിന്നെ അവൻ എന്തില്ല, അവനവിടെ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടിയിട്ട് എന്ത് ചെയ്യണം? ഫാത്തിഹ തുടങ്ങുക. കിട്ടിയ സമയം ഫാത്തിഹ ഓതുക. ബാക്കി പിന്നെ ഇമാം റുക്കൂക്ക് പോകുമ്പോൾ ഇമാമിൻ്റെ കൂടെ റുക്കൂവിലേക്ക് പോവുക. ബാക്കി ഫാത്തിഹ പിന്നെ അവൻ ഓതേണ്ടതില്ല. ഇനി തീരെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇമാമിൻ്റെ കൂടെ വേറെ റുക്കൂവിലേക്ക് പോവാം. വയജിബു, നിർബന്ധമാണ്. റിയായത്ത് ഹുറൂഫിഹ, ഫാത്തിഹയുടെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തസ്ദീദാത്തിഹ, ശബ്ദുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ വലവ് അസ്കത്ത ഹർഫ, ഒരാളൊരു അക്ഷരം അങ്ങ് കളഞ്ഞു, ഫാത്തിഹയിൽ നിന്നൊരു അക്ഷരം ഒഴിവാക്കി. ഔ ഖഫഫ മുഷദ്ദദൻ, അല്ലെങ്കിൽ ശ്രദ്ധയുള്ള അക്ഷരത്തിൻ്റെ ഒന്ന് ശ്രദ്ധില്ലാതെ ഉച്ചരിച്ചു. ഔ അബ്ദലാൽ, പകരമാക്കി ലോയിന് പകരം ലോയിൻ ഉച്ചരിക്കേണ്ടടുത്ത് ലോദ് ഉച്ചരിച്ചു. അതായത് ഈ ലോദ് എന്ന് പറയുമ്പം നാവ് കെട്ട് പല്ലുമക്കെത്തും. അതാണ്. ലോവ് പറയുമ്പോഴോ അത് ഉണ്ടാവില്ല, മുകളിലായിരിക്കും. അപ്പോൾ അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ അള്ളാ എന്ന് പറയുന്നിടത്ത് ആ പ്രശ്നം വരും. അള്ളാ എന്നുള്ളിടത്ത് ലാമിൻ്റെ മഖ്റജിലാണ് അള്ളാ എന്നാകുന്നത്. ലാമിനെ തഫീമ് ചെയ്യാൻ അത് നമ്മൾ നാവ് കണ്ട് പല്ലുമ കൊണ്ടുവന്ന അള്ളാ എന്നാവും. അപ്പം ലോദാവും. അപ്പം അങ്ങനെ ലോദ് ഉച്ചരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാ പറഞ്ഞത്. ഞാൻ ദസിയ കിറാത്ത് എന്താവില്ല? ഷഹിയാവൂല. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ലോയിന് പകരം ലോദ് ഉച്ചരിച്ചു, എന്നാൽ എന്താവൂല? ഖിറാത്ത് സഹിയാവൂല. അൽ ഖാമിസു, അഞ്ചാമത്തെ ഫർള് റുക്കൂ ചെയ്യലാണ്. ബിൻഹിനായിൻ, കുനിയലോടുകൂടെ. കുനിഞ്ഞി. എങ്ങനെ കുനിയ? എത്ര കുനിയണം? ഖദറ ബുലോയി റാഹത്തൈഹി ബിറുക്ബത്തി, എൻ്റെ ഉള്ളം കൈ മുട്ടുംകാലുമ്മൽ എത്തുന്ന അവസ്ഥയിൽ, ആ കണക്കിൽ കുനിയ. അസാദിസു, ആറാമത്തെ എത്തിദാലു ഖായിമ, നിന്ന് എത്തിദാല് ചെയ്യുക. നൃത്തത്തിലേക്ക് വരികയാണ്, അതാണ് എത്തിദാല്. ചൊവ്വാകുക, നിന്നതായ നിലക്ക് ചൊവ്വാകുക, എന്തിനാ എത്തിദാല് ചെയ്യുക. അസാബി ഏയ്യ സുജൂദ് മറത്തൈൻ, 2 സുജൂദ് ചെയ്യുക. ഈ വലയിൽ ജബഹത്തി, നെറ്റി വെക്കുക. റുക്ബത്തിന് 2 മുട്ടുംകാലും വെക്കുക. വാത്തിനുൽ കഫൈന് 2 മുൻകൈൻ്റെ പള്ള വെക്കണം. വസാബിയിൽ കദമൈന് 2 പാദങ്കാലിൻ്റെ വിരലുകളുടെ പള്ളയും. അതാണ് ബാത്തിനുൽ കഫൈനി വാസാബി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗ്രൂപ്പിലുള്ളവരൊക്കെ നമ്മളൊക്കെ
വിരലുകളുടെ പള്ളയാണ് വെക്കേണ്ടത്. വിരൽ കുത്തിയാൽ പോരാ കേട്ടോ. വിരലിൻ്റെ തല മാത്രം അങ്ങനെ കുത്തിയാൽ പോരാ, വിരലുകളുടെ പള്ള തന്നെ വെച്ച് ചെയ്യണം. ഇങ്ങനെ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അവയവമുണ്ട്, അവയവം വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അസ്സാമിനു 8-ാമത്തെ ജുലൂസു ബൈന സജദത്തൈനി, രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുക. അസ്താസി 9 തുമനീനത്തു അടങ്ങി താമസിക്കുക. ഫിറുക്കോയി റുക്കോയിലും എത്തിദാലിലും സുജൂദൈനി, രണ്ട് സുജൂദിലും വല്ലു ജുലൂസി ബൈനഹുമാ, രണ്ടിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും. അവിടെ ഒരു ഫർള് നമ്മൾ പറഞ്ഞില്ലേ, അൽ ജുലൂസു ബൈനഹുമാ, രണ്ടിനും സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുക എന്ന് 8-ാമത്തെ കേട്ടോ. അത് പറഞ്ഞു 9 അത്താസി 9 തുമൈനിയത്ത്. ഓക്കെ. പിന്നെ അൽ ആശിറു 10 അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തഹിയ്യാത്ത് ഓതുക. അതായത് അവസാനത്തെ തഹിയ്യാത്ത് ഇവിടെ പറയാം. അക്മലുവിനെ പൂർണ്ണ രൂപം പറഞ്ഞുതരാ. അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുതരാ. നമ്മളെ വെക്കുമ്പം സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത്തഹിയ്യാത്തു എല്ലാ തിരുമുൽ കാഴ്ചകൾ, അതായത് എല്ലാവിധ കാഴ്ചകളും, അൽ മുബാറക്കാത്തു ബറക്കത്തോടെ മുഴുവൻ കാര്യങ്ങളും, അസ്സലവാത്തു എല്ലാ ഗുണങ്ങളും, തയ്യിബാത്തു എല്ലാ നന്മകളും, എല്ലാം ഇല്ലാ അള്ളാഹുനിക്കാണ്. എന്നാൽ അള്ളാഹുനിക്കാണ് ഒരു കാഴ്ച പറയാണത്. കാരണം നമസ്കാരത്തിൽ നമ്മൾ മെഹ്റാജ് നടത്തി അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവസാനം എല്ലാം പോവാണ്, പിരിഞ്ഞു പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹുനിക്ക് നല്ലൊരു കാഴ്ച സമർപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയാണ് നബിക്ക് സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, റഹ്മത്തുള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ, ബറക്കത്തു അള്ളാഹിൻ്റെ ബറക്കത്തും ഉണ്ടാവട്ടെ. എന്നിട്ട് മുത്തുനബിയിലേക്ക്, അത് വേണം. മുത്തുനബി ഇല്ലാത്തൊരു സംഭവമില്ലല്ലോ. സ്കാരം വെറുക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിലും അവിടെ നബീനെ ഒഴിവാക്കേണ്ട പരിപാടിയില്ല. മുത്തുനബിയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക. സലാമു അലൈന, പിന്നെ പറയുന്നു ഞമ്മക്ക് അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കണ്ടോ, എല്ലാ മഹാന്മാരെയും സ്മരിക്കണം. നിസ്കാരത്തിൽ വരെ മഹാന്മാരെ സ്മരിക്കണം. പിന്നല്ലേ മഹാന്മാരില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടോ? മോമിനീങ്ങളെ ആലോചിക്കണം നമ്മൾ. കണ്ടോ, നിസ്കാരത്തിൽ വരെ പറയണം. എല്ലാ സ്വാലിഹീങ്ങളായ നല്ല ആളുകൾക്കൊക്കെ പോലൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരുമല്ലോ. അത് പറയുമ്പോൾ വരൂലേ? വരണം, കുഴപ്പമൊന്നുമില്ല. എല്ലാ മഹാന്മാരും നമ്മളെ മനസ്സിലേക്ക് വരും, നമ്മളെ ബന്ധമുള്ള അതൊക്കെ അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് പിന്നെ ഷഹാദത്ത് കലിമ ഒന്നുകൂടി ചെല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നമുക്ക് അറിയേണ്ടതാണ് ഇതിൻ്റെ അർത്ഥം. അൽ ഹാദി അശർ 11-ാമത്തെ ഫർള് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലലാണ്. ബഅദ തശഹുദുൽ അഖീർ, അവസാനത്തെ തഹിയ്യാത്തിന് ശേഷം. ആ സ്വലാത്ത് നമുക്കറിയാം. അക്കല്ലോ അതിൻ്റെ ചുരുങ്ങിയ ഇവിടെ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലിയ ആ സ്വലാത്തായി. നമ്മൾ സാധാരണ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അവിടെ ചൊല്ലിയാൽ മതി. പൂർണ്ണ രൂപം അങ്ങനെയാണ്. അസ്സാനി അശര 12 അൽ ഖുഊദു ലഹുമാ, സ്വലാത്തിനും അത്തഹിയ്യാത്തിനും സ്വലാത്തിനൊക്കെ വേണ്ടി ഇരിക്കുക. അസ്സാലിസ അശറ 13-ാമത്തെ തസ്ലീമത്തുൽ ഊല, 1-ാം സലാം വീട്ടുക. അങ്ങനെ യഖൂലു അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ അല്ലാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നർത്ഥത്തിലുള്ള അസ്സലാം. അറാബി 14-ാമത്തെ റാബി അശറ 14 തർത്തീബ് കമാദക്കർ, നമ്മളിപ്പോൾ അറിഞ്ഞതുപോലെ ക്രമപ്രകാരം അങ്ങ് ചെയ്യാം. വയജിബു, നിർബന്ധമാണ്. ഇനി അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫിറുക്കുൽ ഖൗലി, ഇതിൽ പറഞ്ഞ ഖൗലിയായ ഫർളുകൾ ഉണ്ടല്ലോ. ഖൗലിയായ ഫർള് ഇപ്പോൾ ഏതാണ്? അത്തഹിയ്യാത്തും ഫാത്തിഹയും തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ഖൗലിയാണ്, ഫാത്തിഹ ഖൗലിയാണ്. അതായത് ഖൗലിയാണ് വാക്കുപരമായിട്ട്, വാക്കുകൊണ്ടുള്ളത്. പിന്നെ അത്തഹിയ്യാത്ത് സ്വലാത്ത്. ഇതിലെന്ത് നിർബന്ധമുണ്ട്? യുസ്മിയ നഫ്സഹു, നമ്മുടെ ശരീരം കേൾക്കണം. നമ്മൾ പറയണത് വല്ല മന്ത്രിച്ച് ഇങ്ങനെ നാവിങ്ങനെ അനക്കി ചുണ്ടിങ്ങനെ അനക്കിയാൽ പോരാ. നമ്മൾ പറയുന്നത് നമ്മളെ ശരീരം കേട്ടെങ്കിലേ ആ ഫർള് വീടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലൽ മുതവല്ലി വൽ ഹലീമി, 2 ഇമാമിങ്ങളാണ്. രണ്ടാളും പറഞ്ഞു യഹ്റുമുൽ ഇൽത്തിഫാത്തു ബിസ്സലാത്ത്, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ്. നിസ്കാരത്തിൽ അങ്ങോട്ടോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് ഒരു എന്നും പറഞ്ഞ് അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അബ്വാബു സ്വലാത്ത്, ഹയ്യാത്തു സ്വലാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ സലാമത്താക്കട്ടെ. നമുക്കൊക്കെ ഖൈർ, ബറക്കത്ത്, റാഹത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ രോഗം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ക്ലാസിൻ്റെ ബറക്കത്ത് കൊണ്ടും, എല്ലാ നിലക്കുള്ള മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാത്തിനും സലാമത്ത് നൽകി ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.